തിരിച്ചെത്തുന്ന വാർത്തയിലേക്ക്. സ്വപ്ന സുരേഷിന്റെ നിയമനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടക്കുന്നു. സ്പേസ് പാർക്കിലെ സ്വപ്നയുടെ നിയമനത്തിൽ ഇ.ഡി. വിശദാംശങ്ങൾ തേടിയിരിക്കുന്നു. വിഷയത്തിൽ സ്പേസ് പാർക്ക് സ്പെഷ്യൽ ഓഫീസറായിരുന്ന സന്തോഷ് കുറുപ്പിന്റെ മൊഴിയെടുത്തിട്ടുണ്ട്. പ്രൈസ് വാട്ടേഴ്സ് ഹൗസ് കൂപ്പേഴ്സ് പ്രതിനിധികൾക്കും ഇ.ഡി. നോട്ടീസ് അയച്ചു. വിവരങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, സ്വപ്ന സുരേഷിന്റെ നിയമനങ്ങളിൽ ഉൾപ്പെടെ എങ്ങനെയാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്? ഫിജി, ഇ.ഡി. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം നീക്കുന്നതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിൻ്റെ ഒരു തുടക്കം ഇപ്പോൾ തന്നെ ഇട്ടു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാം. എം ശിവശങ്കർ ഇടപെട്ടാണ് സ്പേസ് പാർക്കിൽ കൺസൾട്ടൻ്റായി സ്വപ്നയെ നിയമിച്ചതെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി നേതൃത്വം നൽകിയ IT വകുപ്പിന് കീഴിലുള്ള KSITCLൻ്റെ സ്പേസ് പാർക്ക് പദ്ധതി, ഇവിടെ ഓപ്പറേഷൻ മാനേജറായിട്ടാണ് സ്വപ്ന സുരേഷിൻ്റെ നിയമനം. ഈ നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ സ്വപ്നയ്ക്ക് ഒരു ജോലി നൽകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് വലിയ പ്രൊഫൈലുള്ള ജോലി ആയിരിക്കില്ല, ഒപ്പം തന്നെ വലിയ ശമ്പളമാണെന്ന തരത്തിലുള്ള ഒരു വാട്സപ്പ് ചാറ്റുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ വാട്സപ്പ് ചാറ്റുകളിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 2019 ഒക്ടോബർ മുതൽ ശമ്പളമായി സ്വപ്നയ്ക്ക് കിട്ടിയത് മാസം 1,12,000 രൂപയാണ്. അന്നത്തെ KSTCL MD ജയശങ്കർ പ്രസാദ് നടത്തിയ ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു നിയമന നടപടി. സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു വന്നതോടെ സ്വപ്ന ഈ കൺസൾട്ടൻസ് കമ്പനിയെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ ജീവനക്കാരി മാത്രമായിരുന്നുവെന്നായിരുന്നു സർക്കാരിൻ്റെയും ഒപ്പം തന്നെയും CPM അന്ന് LDFിൻ്റെയും ഒക്കെ വാദം അങ്ങനെയായിരുന്നു. ഉത്തരവാദിത്വം PWCക്കും റിക്രൂട്ടിംഗ് ഏജൻസിക്കും എന്ന് പ്രചരിപ്പിച്ച വിഷൻ ടെക്കിനും മാത്രമാണെന്നാണ് അന്ന് തന്നെ വാദങ്ങളൊക്കെ ഉയർന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വാദങ്ങളെല്ലാം തന്നെ നിരാകരിക്കുന്ന തലത്തിലാണ് പുതിയ വിവരങ്ങളെല്ലാം തന്നെയും വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ, അതായത് ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച ഈ വാട്സപ്പ് ചാറ്റുകളിലാണ് ഇത്തരത്തിൽ ശക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നത്. ഈ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ED ഇപ്പോൾ പുതിയ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഫിജി, കുഞ്ഞുമോൻ റിപ്പോർട്ട് ചെയ്യുന്നു. സ്വപ്ന സുരേഷിന്റെ നിയമനങ്ങളിലടക്കം അന്വേഷണം വ്യാപിപ്പിക്കുന്നു.